ഹലോ, എല്ലാവർക്കും സ്ഥിതി കമ്പിളി ഹൗസിലോട്ട് സ്വാഗതം. അപ്പം ഇന്നത്തെ നമ്മുടെ വിശേഷം എന്താണെന്ന് വെച്ചാൽ നമ്മൾ തിരുവൈരാണിക്കുളത്ത് പോയ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് ഇന്ന് കാണിക്കുന്നത്. അപ്പം ഞങ്ങൾ ഇന്ന് രാവിലെ ഇവിടെ നിന്ന് 4:30 പോയി വീട്ടിൽ നിന്ന്. അപ്പോൾ ഞങ്ങൾ ഫ്രണ്ട്സ് 4 പേരുണ്ടായിരുന്നു. ഒന്ന് നമ്മുടെ ജയ വെറൈറ്റി ബ്ലോഗ്സിലെ ജയ ഉണ്ടായിരുന്നു, പിന്നെ വേറെ എൻ്റെ 2 ഫ്രണ്ട്സും ഉണ്ടായിരുന്നു, ഒരു രേഖയും അശ്വതിയും. ഞങ്ങളെല്ലാവരും കൂടെയാണ് പോയത്. അപ്പോൾ ഇവിടെ നിന്ന് 4:30 പോയിട്ട് 5:15 ട്രെയിൻ. പിന്നെ അവിടെ ചെന്ന് വളരെ സുഖമായിട്ട് ഞങ്ങൾ തൊഴുകയൊക്കെ ചെയ്ത് എൻ്റെ ഞങ്ങൾക്കൊരു പാസ് എടുത്ത് തന്നായിരുന്നു. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ പാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ കുറച്ച് ഒന്ന് ക്യൂ നിൽക്കണം. ഈ പ്രാവശ്യത്തെ VIP പാസ്സായിരുന്നു. അതുകൊണ്ട് നമുക്ക് നേരെ നടക്കയിലോട്ടാണ് നമ്മൾ കയറുന്നത്. നമ്മുടെ വഴിപാട് സാധനമായിട്ട് നേരെ നടക്കയില്. അപ്പം നല്ല സുഖമായിട്ട് തൊഴുത് 9 മണിക്ക് ഞങ്ങൾ തൊഴുതിറങ്ങി. നല്ല തിരക്കായിരുന്നു. അപ്പം അത് കഴിഞ്ഞ് പിന്നെ ഒത്തിരി സമയം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. പിന്നെ ഞങ്ങൾക്ക് 11:30 ട്രെയിൻ കിട്ടി. കറക്റ്റ് 1 മണിയായപ്പോൾ ഞങ്ങൾ കോട്ടയത്ത് വന്ന്. അതുകൊണ്ട് എല്ലാം നല്ല സന്തോഷമായിട്ടൊക്കെ ഇന്ന് കഴിഞ്ഞു. അപ്പം ഇന്ന് അങ്ങനത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണരുത് ആരും. പിന്നെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഞങ്ങളെല്ലാവരെയും കൂടി ചേട്ടൻ രാവിലെ സ്റ്റേഷനിൽ കൊണ്ടുപോയി ആക്കി. അപ്പോൾ ട്രെയിൻ വന്ന് എല്ലാവരും കയറിയിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഫ്രണ്ട്സ്. പിന്നെ മറ്റേത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, നമ്മുടെ ജയേന. അപ്പം എല്ലാവരും കൂടി വെളുപ്പിനൊക്കെ എണീറ്റ് പോയി എപ്പോൾ എണീറ്റ് എന്നൊക്കെ പറഞ്ഞുള്ള കുശലമൊക്കെ പറഞ്ഞിരിക്കും എല്ലാവരും. അപ്പം ഞങ്ങളാണെങ്കിൽ എപ്പോഴും ഓടിപ്പടഞ്ഞാണ് സ്റ്റേഷനിൽ വരുന്നത്. അപ്പോൾ ഇന്ന് കുറച്ച് നേരത്തേക്ക് ഇറങ്ങി. അങ്ങനെ 5:15 ട്രെയിൻ വിട്ടത്. അപ്പം കുറച്ച് നേരത്തേക്ക് ഞങ്ങൾ ചെന്നായിരുന്നു. പിന്നെ ഇതിപ്പോൾ ഞങ്ങൾ എറണാകുളത്ത് ചെന്നിട്ട് അവിടെ ഇറങ്ങി. ഇനിയിപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ ആലുവയ്ക്ക് പോകുന്നത്. അപ്പോൾ ഇവിടെ വെച്ചാണ് എൻ്റെ ബ്രദറ് ഞങ്ങൾക്ക് കൊണ്ടുവന്നിട്ട് ആ പാസ് തരുന്നത്. അപ്പോൾ ഏതാണ്ട് ഒരു 6:40 ആയപ്പോഴേക്കും ഞങ്ങൾ എറണാകുളത്ത് വന്നിട്ടോ. അങ്ങനെ ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഒരു ഓട്ടോയിൽ കയറിയിട്ട് നേരെ തിരുവൈരാണിക്കുളത്തോട്ടാണ് പോയത്. സാധാരണ ഞങ്ങൾ ബസ്സിനാണ് പോകാറ്. ഇത് ഞങ്ങൾ 4 പേരും ഉണ്ടല്ലോ, ഞങ്ങൾ തിരുവൈരാണിക്കുളത്ത് നേരിട്ട് ചെന്നിട്ട് അവിടെ ഇറങ്ങി. അപ്പോൾ അത് ഇവിടെ ഏതാണ്ട് ഒരു 7:30 മണിക്ക് ചെന്നു. അപ്പം ഇപ്പം അമ്പലമൊക്കെ എത്തി. അപ്പോൾ ഏതാണ്ട് ഒരു 7:30 തന്നെ ഞങ്ങൾ എത്തി. അപ്പോൾ അവിടെ തന്നെ ഒരു കൃഷ്ണൻ്റെ അമ്പലമുണ്ട്. അപ്പം ഞങ്ങൾ അവിടെയും കയറി. അപ്പോൾ നല്ല തിരക്കുള്ള ദിവസം കേട്ടോ ഇന്ന്. അപ്പം ഞങ്ങൾ അമ്പലത്തിൽ കയറുന്നതിനെക്കാട്ട് മുമ്പ് തന്നെ അവിടെ കൃഷ്ണൻ്റെ അമ്പലത്തിൽ തന്നെ അവിടെ അന്നദാനം ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ പൈസയൊക്കെ നമ്മൾ കൊടുക്കണം കേട്ടോ. അപ്പോൾ അവിടെ കയറി ഇഡ്ഡലിയും വടയും ഒക്കെയാണ് ഓരോരുത്തരൊക്കെ കഴിച്ചത്. അപ്പോൾ ഞാൻ മസാല ദോശയാണ് കഴിച്ചത്. അങ്ങനെ നമ്മൾ തിരുവൈരാണിക്കുളം ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ വന്നു. അപ്പോൾ നമുക്ക് ഈ സൈഡിൽ കൂടി കയറി വേണം പാസ്സൊക്കെ വാങ്ങിക്കാനായിട്ട്. അപ്പോൾ അവിടെ ഒരു സെക്യൂരിറ്റി ഇപ്പം ഉണ്ട്. അപ്പോൾ ആളുകളിങ്ങനെ ഒഴുകി വരും അങ്ങോട്ട്. അപ്പം ഞങ്ങൾ അമ്പലത്തിൽ കയറി ക്ഷേത്ര ദർശനമൊക്കെ കണ്ട് നല്ല സുഖമായിട്ട് ഞങ്ങൾ തൊഴുതു. അപ്പോൾ അമ്പലത്തിൻ്റെ അകത്ത് വെച്ച് വീഡിയോ എടുക്കാൻ പറ്റത്തില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് ഞാൻ എടുത്തില്ല. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരത്തെ തൊഴുത് കഴിഞ്ഞില്ല, ഏതാണ്ട് 9 മണിക്ക് തന്നെ കഴിഞ്ഞു. അപ്പോൾ പിന്നെ ഞങ്ങൾ ചുമ്മാ അതിലേക്കൂടിയൊക്കെ ഒന്ന് നടന്ന് നല്ല സമയമുണ്ടായിരുന്നു. ചുമ്മാ ചെറിയ കമ്മൽ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മേടിച്ചോളൂ, അല്ലാണ്ട് വേറെ നമുക്കൊന്നും മേടിക്കേണ്ട കാര്യമില്ലല്ലോ.
അപ്പോൾ അവനിങ്ങനെ പാസ് വരുന്നതുകൊണ്ട് സുഖമായിട്ട് നമുക്ക് തൊഴാം കേട്ടോ. ഒരു ഇതുമില്ലാണ്ട് നേരെ ഭഗവാന്റെ അങ്ങോട്ട് കയറണ ക്യൂവിൽ തന്നെ നമുക്ക് ദർശനത്തിന് നിൽക്കാം, കയറാം. അപ്പോൾ അതുകൊണ്ട് സുഖമായി തൊഴുത ഒരു സന്തോഷമുണ്ട് ശരിക്കും. കൂടെ വന്നവർക്കൊക്കെ ഹാപ്പിയായി. എല്ലാവരും നന്നായിട്ട് നമ്മുടെ ദേവിയെ തൊഴുതു. അപ്പോൾ ഇവിടെയാണെങ്കിൽ നിറച്ച് വഴിക്കച്ചവടക്കാരങ്ങനെ ഇരിക്കണം കേട്ടോ. ഇപ്പോൾ കച്ചവടക്കാരെ മുട്ടിയിട്ട് നമുക്ക് നടക്കാൻ മേലെന്ന് വെച്ചാൽ അതുപോലെ ഈ എല്ലാ ഉത്സവ സമയത്ത് നമുക്ക് കാണത്തില്ലേ പൊരിയവല് അങ്ങനെയുള്ള കുറേ ഐറ്റങ്ങളൊക്കെ. എന്നാലും ഞങ്ങൾ കാണാൻ വേണ്ടി അറ്റത്ത് അറ്റം വരെ ചുമ്മാ നടക്കുകയൊക്കെ ചെയ്ത്. പിന്നെ ഞാൻ 2-3 ഈ തലയിലിട ബാൻഡ് അതൊക്കെ മേടിച്ചിട്ടോ. അതെന്താണെന്ന് വെച്ചാൽ നാളെ കാത്തൂനൊരു പാർസൽ കൊടുത്തു വിടുന്നുണ്ട്. അപ്പം ഞാൻ അതിൽ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. അതൊക്കെ മേടിച്ചായിരുന്നു, ചെറിയ ചെറിയ സ്റ്റഡൊക്കെ മേടിച്ചായിരുന്നു. അപ്പോൾ സാധാരണ അവൾ ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ എപ്പോഴും ഒന്നും എവിടെ പോയാലും എന്തെങ്കിലും സാധനമൊക്കെ മേടിച്ചുകൊണ്ട് വെച്ചാലും അങ്ങനെയാണ് അവൾ. അപ്പോഴൊരു കൊച്ചു പിള്ളേരുടെ ഒരു ഇതാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇപ്പോൾ അവളടുത്ത് ഇല്ല, എന്നാലും ഇപ്പം നാളെ കറക്റ്റ് പാർസൽ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവൾക്കും ഇവിടെ നിന്ന് കമ്മലും തലയിലിടേണ്ട ബാൻഡും ഒക്കെ മേടിച്ച്. അപ്പോൾ അത് ജയ വെറൈറ്റി വ്ളോഗ്സിൽ ഏതാണ്ടൊക്കെ പറഞ്ഞ് വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് നടക്കുക. എല്ലാവരും കൂടി ഞങ്ങൾ അടിപൊളിയായിരുന്നു കേട്ടോ, നല്ല രസമായിരുന്നു. അങ്ങനെ ഞങ്ങൾ കറക്കമൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞങ്ങൾക്ക് പോകാനുള്ള പരിപാടിയൊക്കെ നോക്കുക ഞങ്ങൾ. അപ്പോൾ കുങ്കുമത്തിൻ്റെ കുറേ ഒരു സെക്ഷൻ വന്നപ്പോൾ എൻ്റെ അടുത്ത് കുങ്കുമമൊക്കെ ഇരിപ്പുണ്ട്. അതുകൊണ്ട് പിന്നെ ഒരു കഴിഞ്ഞ പ്രാവശ്യം നാമ്പുട അമ്പലത്തിൽ നിന്ന് മേടിച്ച ഉത്സവത്തിൽ. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ കണ്ടു. കമ്മലൊക്കെ മേടിക്കണം. മേടിക്കണ്ടെന്ന് വിചാരിച്ചാലും പിന്നെ നമ്മളൊന്ന് മേടിച്ചു പോകും. പിന്നെ ഈ കുഞ്ഞു ഭരണിയൊക്കെ കണ്ടു. അതൊക്കെ കണ്ടിട്ട് നല്ല ക്യൂട്ട് ഇത്. അങ്ങനെ ഞങ്ങൾ തൊഴുത് ഇറങ്ങി. അപ്പോൾ നമ്മുടെ ജയ വെറൈറ്റി വ്ളോഗ്സിൻ്റെ ചപ്പൽ കാണാണ്ട് പോയി. പിന്നെ ഞങ്ങൾ വേറൊരു കടയിൽ കയറി ചെരുപ്പൊക്കെ മേടിച്ച് ഞങ്ങളിവിടെ പുറത്ത് വന്നിട്ട് പിന്നെ നമ്മൾ ബസ് കയറി റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ വന്നിട്ട് അവിടെ നിന്ന് ജ്യൂസൊക്കെ കഴിച്ചായിരുന്നു. അപ്പോൾ എല്ലാവർക്കും തൊണ്ടയ്ക്ക് പ്രശ്നം കാരണം ഞങ്ങൾ ഐസ്ക്രീമൊന്നും ആരും കഴിച്ചില്ല. അപ്പോൾ ഞങ്ങൾക്ക് 11:30 ട്രെയിൻ. അപ്പോൾ അതിനു മുമ്പ് എല്ലാവരും മാംഗോ ജ്യൂസൊക്കെ കഴിച്ച് അപ്പോൾ ഏതാണ്ട് 1 മണിക്ക് അങ്ങനെ വീട്ടിൽ എത്തിയിട്ടാ. അപ്പോൾ ഇന്ന് ഫുൾ അമ്പലം വിശേഷങ്ങളാണ്, അമ്പലത്തിൽ പോയ. അപ്പം അപ്പോൾ ഞങ്ങൾ ഫുഡും കഴിച്ചിട്ട് ജ്യൂസ് കുടിച്ച് നേരെ ട്രെയിനിൽ കയറി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ. അപ്പോൾ ഇപ്പോൾ അതേ ഞങ്ങൾ അവിടെ നിന്ന് ജ്യൂസ് കഴിച്ച് ട്രെയിനിൽ കയറാൻ വേണ്ടി പോവുകയാണ്. അത് കഴിഞ്ഞ് ഇത് ഞങ്ങൾ തിരിച്ച് എല്ലാവരും ക്ഷീണിച്ച് അവശയായി കോട്ടയം എത്തിയ സ്റ്റൈലാണ് കേട്ടോ. ആകെ അവശയായി എല്ലാവരും. കാര്യം ട്രെയിനിലാണെന്ന് പറഞ്ഞാൽ ശരി. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ കൊണ്ട് ഇഷ്ടമായ എല്ലാവരും ലൈക്കും കമൻറ്റൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം. അപ്പോൾ നമുക്ക് നാളെ തന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്
കുട്ടിക്ക് പറയണം ഭ്രാന്തായി